പുതുവർഷത്തെ വരവേറ്റ് ശബരിമലയിൽ ഹാപ്പി ന്യൂ ഇയർ എന്ന കർപ്പൂരം കൊണ്ടെഴുതി അതിന് അഗ്നി പകർന്നാണ് സന്നിധാനത്ത് പുതുവത്സരം ആഘോഷിച്ചത്. സന്നിധാനത്ത് ഡ്യൂട്ടിയിലുള്ള കേരള പോലീസും ഫയർഫോഴ്സും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും മറ്റ് ജീവനക്കാരും ചേർന്നാണ് പുതുവത്സരാഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. ADGP S. ശ്രീജിത്ത് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സന്നിധാനത്തെ അയ്യപ്പ ഭക്തർക്കും പുതുവത്സരാഘോഷം കൗതുക കാഴ്ചയായി. പുതുവത്സരാശംസകൾ നേർന്നും ശരണം വിളിച്ചും അവരും ആഘോഷത്തിന്റെ ഭാഗമായി. എന്തായാലും ശബരിമലയിൽ നിന്നുള്ള വിവരങ്ങളുമായി സുധീഷ് ചേരുകയാണ്. സുധീഷ്, ശബരിമലയിൽ വലിയ ഭക്തജന തിരക്കാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മകരവിളക്ക് സീസൺ ആരംഭിച്ചതോടെ അയ്യപ്പ ഭക്തർ സന്നിധിയിലേക്ക് അങ്ങ് ഒഴുകുകയാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ? തീർച്ചയായും ശ്രീജ, ഈ പുതുവത്സര ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞുള്ള ഈ ശബരിമല ഇപ്പോൾ ഒരു ഭക്തിസാന്ദ്രമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അത്തരത്തിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലൂടെയാണ് അയ്യപ്പന്മാർ അയ്യപ്പ ദർശനം നടത്തി ഇവിടെ നിന്നും മടങ്ങുന്നത്. പക്ഷേ അവർക്ക് ഇപ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഒരു മണിക്കൂറുകളോളം അവർക്ക് ക്യൂ നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. അയ്യപ്പ ദർശനത്തിന് വേണ്ടി അത്രയും ക്യൂ നിന്ന് അവർ ക്ഷീണിതരായിട്ടാണ് ഈ സന്നിധാനത്തേക്ക് എത്തുന്നത്. അങ്ങനെയുള്ള ഒരു പരിഭവ പറച്ചിലുകളൊക്കെയാണ് അയ്യപ്പന്മാരുടെ ഇടയിലുള്ളത്. സ്വാഭാവികമായും നമുക്കറിയാം, ഈ മണ്ഡലകാലത്ത് തന്നെ അയ്യപ്പന്മാരുടെ എണ്ണത്തിൽ ഒരു വലിയ തരത്തിലുള്ള ഒരു വർധനമാണ്. 3 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് കഴിഞ്ഞ മണ്ഡലകാലത്തിനെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതലായി എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ മകരവിളക്ക് സീസണിലും അത്തരത്തിൽ അയ്യപ്പന്മാരുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ള കണക്കുകൾ തന്നെയാണ് ഇപ്പോഴും വരുന്നത്. കഴിഞ്ഞ ദിവസം ഈ അയ്യപ്പ ദർശനം നടത്തിയത് 90,000-ന് മുകളിൽ ഭക്തരാണ്. അപ്പോൾ ഇത്തരത്തിൽ അയ്യപ്പ ദർശനം കൂടി, അയ്യപ്പ ദർശനത്തിനായി എത്തുന്ന ഭക്തരുടെ എണ്ണം കൂടി വരുന്നത് കൊണ്ട് തന്നെ അത്തരത്തിൽ ഈ അയ്യപ്പന്മാർക്ക് കൂടുതലായി അയ്യപ്പ ദർശനത്തിന് വേണ്ടി ഒരു ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പല സ്ഥലങ്ങളിലും ഇതിനായി ബന്ധപ്പെട്ടുള്ള ക്യൂ നിരന്തരം ഉണ്ടാകുന്നുണ്ട്. ഈ സന്നിധാനത്തെ ഒരു ക്യൂ നിയന്ത്രണ വിധേയമാക്കുന്നതിന്റെ ഭാഗമായി മരക്കൂട്ടത്തും മറ്റും ഇത്തരത്തിൽ ഒരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ നിയന്ത്രണങ്ങളുടെ ഭാഗമായി വളരെ സമയം അവർക്ക് അവിടെ നിന്ന് ചിലവഴിച്ചതിന് ശേഷം മാത്രമേ ഈ സന്നിധാനത്തേക്ക് എത്താൻ സാധിക്കുന്നുള്ളൂ. അതൊക്കെ അവരുടെ ഒരു ബുദ്ധിമുട്ടായി അവർ പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ കൂടുതലായി വരുന്നത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പന്മാരാണ്. കേരളത്തിന് പുറമെ തമിഴ്നാട്, ആന്ധ്ര, കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ള അയ്യപ്പന്മാർ കൂടി എത്തിയതോടുകൂടി ഇപ്പോൾ ശബരിമല വലിയൊരു തിരക്കിലേക്ക് പോവുകയാണ്. പക്ഷേ എന്നാൽ ഈ തിരക്കുകളൊക്കെ നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനം പോലീസ് സംവിധാനങ്ങളും മറ്റ് വകുപ്പുകളും ഒക്കെ തന്നെ ചേർന്ന് കൃത്യമായ ഇടപെടലുകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ തിരക്ക് കൂടുമ്പോൾ അവർക്ക് കൃത്യമായ ഒരു ഇടവേളകളിൽ നിയന്ത്രിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം മാത്രമേ ഇതിലൊരു പരിഹാരമായിട്ടുള്ളൂ. കാരണം അല്ലാതെ ഈ അയ്യപ്പന്മാർക്ക് എല്ലാവർക്കും സന്നിധിയിലേക്ക് എത്തുന്ന എല്ലാവർക്കും അയ്യപ്പ ദർശനം സാധ്യമാക്കണം, ആ ഒരു കണക്കൂട്ടിൽ തന്നെയാണ് ദേവസ്വം ബോർഡ് ഉള്ളത്. അത്തരത്തിൽ അവർക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിൽ അയ്യപ്പന്മാരുടെ എണ്ണം കൂടുമ്പോൾ ചിലയിടങ്ങളിൽ ക്രമീകരണങ്ങൾ ആവശ്യമായി വരുന്നു എന്ന് തന്നെയാണ് അധികൃതരും പറയുന്നത്. അത് അയ്യപ്പന്മാരും അക്കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി പെരുമാറിയാൽ മാത്രമേ ഈ മകരവിളക്ക് സീസൺ വളരെ മനോഹരമായി പര്യവസാനിപ്പിക്കാൻ കഴിയൂ എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് ദേവസ്വം ബോർഡ് ഉള്ളത്. എന്നാലും ഇപ്പോൾ അയ്യപ്പന്മാരുടെ എണ്ണം ഇവിടെ കൂടി വരുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഏറെ സമയം ക്യൂ നിൽക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടുകൊണ്ടാണ് അവരിപ്പോൾ പോകുന്നത്. മറ്റൊന്ന്, ഈ കുട്ടികളും ഒക്കെ ഇത്തവണ കൂടുതലായി വരുന്നൊരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് അവർക്ക് ആവശ്യമായ ഒരു സുരക്ഷയും ക്രമീകരണങ്ങളും ഒക്കെ ഒരുക്കണം എന്നുള്ളൊരു ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നു. കാരണം ും ഒക്കെ കൂടുതലായി ഈ സീസണിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞ് മാളികപ്പുറങ്ങളുടെ അയ്യപ്പന്മാരുടെ ഒക്കെ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ ഒരു ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഇവർക്ക് പ്രത്യേക ഒരു ക്യൂ സംവിധാനം, അല്ലെങ്കിൽ ഈ തിരക്കിൽ അവർ പെട്ടുപോകാതിരിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുക്കണമെന്നൊരു ആവശ്യം കുഞ്ഞ് അയ്യപ്പന്മാർക്ക് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ കൂടെ വരുന്ന രക്ഷിതാക്കൾക്കുണ്ട്. ഈ ആവശ്യം മുൻപും ദേവസ്വം ബോർഡിനോടൊക്കെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് എന്താണ് ഒരു ശാശ്വത പരിഹാരം? കുഞ്ഞുങ്ങളെ ഈ രക്ഷിതാക്കളുടെ കൈകളിൽ നിന്നും വിട്ടുപോയി കഴിഞ്ഞാൽ ഈ ഒരു തിരക്കിൽ എന്താകും അവസ്ഥ എന്നതൊക്കെ നമുക്ക് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കുട്ടികളെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് കുട്ടികൾക്ക് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളും സംരക്ഷണവും ഒരുക്കിക്കൊണ്ട് അയ്യപ്പ ദർശനം സാധ്യമാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ രക്ഷിതാക്കളുടെ ഇടയിൽ നിന്നുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ബാലാവകാശ കമ്മീഷൻ ഈ സന്നിധാനത്തെത്തി ഇക്കാര്യങ്ങളൊക്കെ വിലയിരുത്തി ദേവസ്വം ബോർഡും പോലീസും ഒക്കെ ആയി ചേർന്ന് ഇക്കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നൊരു തരത്തിലേക്കുള്ള
ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ബാലാവകാശ കമ്മീഷൻ ഇന്ന് ഈ ശബരിമലയിലേക്ക് എത്തുന്നുണ്ട്. ഏതായാലും അവർ കൂടി വന്നു കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, അതായത് കുഞ്ഞുങ്ങൾക്ക് ഈ മണിക്കൂറുകൾ ക്യൂ നിന്ന് അയ്യപ്പ ദർശനം നടത്തേണ്ടി വരുമ്പോൾ അവർ ഒന്നാമത് ഈ എരുമേലി വഴിയും പമ്പ വഴിയൊക്കെ നടന്ന് ക്ഷീണിച്ച് എത്തുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ആ അയ്യപ്പന്മാർക്ക് ഇത്തരത്തിൽ ക്യൂ നിന്ന് അയ്യപ്പ ദർശനം നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം. അത് അവരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. പലപ്പോഴും തളർന്ന് വീണ് കരഞ്ഞ് ഉറങ്ങിയൊക്കെയാണ് അയ്യപ്പന്മാർ ദർശനത്തിലെത്തുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കുന്നതിന് ആവശ്യമായ ഒരു സംവിധാനം ഒരുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമവും ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട്. അതുകൊണ്ട് ബാലാവകാശ കമ്മീഷൻ ഇന്ന് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ശബരിമലയിൽ ഇപ്പോൾ ഈ ഒരു തിരക്ക് ഇങ്ങനെ തന്നെ തുടരുകയാണ്. ഇപ്പോൾ ഈ കാണുന്ന ഫ്ലൈ ഓവറിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് അയ്യപ്പന്മാർ. അയ്യപ്പ ദർശനത്തിനായി മണിക്കൂറുകളോളം പലയിടങ്ങളിലും ക്യൂ നിന്ന് വന്ന അയ്യപ്പന്മാരാണ് ഇപ്പോൾ വീണ്ടും സന്നിധാനത്തും ഇത്തരത്തിലൊരു ക്യൂ നിന്നുകൊണ്ട് അയ്യപ്പ ദർശനത്തിലേക്ക് എത്തേണ്ടി വരുന്ന സാഹചര്യമുള്ളത്. അവർക്കൊക്കെ തന്നെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. സമയം എവിടെ നിന്ന് വരുന്നത്? തിരുവനന്തപുരം. എത്ര നേരമായി ക്യൂ നിൽക്കുന്നു? ക്യൂ ഉണ്ട്. വെളുപ്പിൽ വന്നു, 1 മണിക്ക് വന്നു. എവിടെയൊക്കെ ക്യൂ ഉണ്ട്? ക്യൂ ആണോ? ക്യൂ താഴ്ന്നേ ഉണ്ട്, ഫുള്ള് താഴ്ന്നേ ഉണ്ട്. നടക്കും. ഒരുപാട് സമയം നിൽക്കേണ്ടി വരുന്നുണ്ടോ? ഒരുപാട് സമയം നിൽക്കേണ്ടി വരും. അത് തന്നെയാണ് അയ്യപ്പന്മാർ ഈ പല സ്ഥലങ്ങളിലും ഒരുപാട് സമയം, അത് പല സ്ഥലങ്ങളിലായിട്ട് അവരെ നിയന്ത്രിച്ചുകൊണ്ടാണ് ഇപ്പോൾ കടത്തിവിടുന്നത്. സന്നിധാനത്തെത്തി ഇത്തരത്തിൽ എത്ര സമയം? 7 മണിക്കൂർ ക്യൂ നിന്നു. എവിടെ നിന്നാ വരുന്നേ? പാലക്കാട്. നല്ലൊക്കെയുണ്ട് ക്യൂ. എവിടെയൊക്കെയുണ്ട്? ഇവിടെ നിന്ന് മറ്റേ അപ്പാച്ചിമേട് മല്ലി നല്ല ക്യൂ. ബ്ലോക്ക് ചെയ്ത് വിടുമായിരുന്നു. നല്ല തിരക്കുണ്ടല്ലേ? നല്ല തിരക്കാ. അത് തന്നെയാണ്, പലയിടങ്ങളിലും അവരെ നിയന്ത്രിച്ചുകൊണ്ട് ആണ് ഇപ്പോൾ ഇവിടേക്ക് സന്നിധാനത്തേക്ക് എത്തിച്ചേക്കുന്നത്. പക്ഷേ ഈ പുലർച്ചെ ആയതുകൊണ്ട് അവർക്ക് ഒരു പ്രശ്നമില്ല, രാവിലെ ആയതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ കുറച്ചും കൂടെ കഴിയുമ്പോൾ വെയിൽ അധികമാകും. അപ്പോൾ ആ സമയം ഈ ക്യൂ ഒക്കെ നിന്ന് വരുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഏതായാലും അയ്യപ്പ ദർശനം സുഗമമായി നടക്കുന്നു. പക്ഷേ അയ്യപ്പന്മാർക്ക് ഈ ക്യൂ നിൽക്കുന്നത് മൂലമുള്ള പരിഭവങ്ങളും ഉണ്ട്. ശരി സുധീഷ്, എന്തായാലും സന്നിധാനത്ത് നിന്ന് വലിയ ആളുകളുടെ തിരക്ക് തന്നെയാണ്. പുതുവത്സര ദിനത്തിൽ അയ്യനെ കണ്ട് ഈ ഒരു വർഷം മൊത്തത്തിൽ ഭക്തിസാന്ദ്രമാക്കാൻ നിരവധി ആളുകളാണ് സന്നിധാനത്തേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സുധീഷ് കുമാർ.